തരാമെന്നേറ്റ ആഭരണവും ആധാരവും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടണം. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. അമ്മേ, മോനെ, നിനക്ക് എന്താ പറ്റിയത്? എങ്ങനെ ഈ ചതവൊക്കെ ഉണ്ടായത്? പറയാമേ, എല്ലാം പറയാം. ആദ്യം ഉത്തരം പറയേണ്ടത് എന്നോടാ. നീ ആ ആഭരണങ്ങളൊക്കെ എന്ത് ചെയ്തടാ? ദീപകേ, ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. എന്താ രാജു സംഭവിച്ചത്? ഇത്രയും നേരം നീ എവിടെയായിരുന്നു? അത് അല്ല, മാഡം ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോ എനിക്ക് ദാഹിച്ചു. വെള്ളം കുടിക്കാൻ ഇറങ്ങി എന്നെ ഏതോ ഒരു വണ്ടി വന്നിടിച്ചു. ഇടിച്ചുടനെ എന്റെ ബോധം പോയി. ആരൊക്കെയോ എന്നെ ഹോസ്പിറ്റലിലാക്കി. പിന്നെ ബോധം വന്ന ഉടനെ ഞാൻ ഇങ്ങോട്ട് വന്നതാ. കേട്ടല്ലോ, എന്റെ മോൻ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. ഞങ്ങള് പാവങ്ങളാ, പക്ഷെ ആരെയും ചതിക്കില്ല. അച്ഛാ, നിന്നെ കുറിച്ച് ഇവരെന്തൊക്കെയാ പറഞ്ഞെന്നറിയാവോ? അതുകൊണ്ട് എങ്ങനെ പറയേണ്ടി വന്നത്. എന്താ പറയാൻ കാരണം ഉണ്ടാക്കിയതല്ലേ? ആ ആഭരണവും ആധാരവും ഒക്കെ എവിടെ? ആഭരണങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, റൂമില്. ഞാൻ എടുത്തുണ്ട്. ഇപ്പോഴോ ദീപകേ? രാജു എല്ലാം എടുത്തോണ്ട് പോയെന്നല്ലേ നീ കുറ്റപ്പെടുത്തിയത്? രാജു ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോഴും നീ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ആര് പറഞ്ഞത് ശരിയായി? നീയോ അതോ ഞാനോ? നീ ഒറ്റ ഒരുത്തനാ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത്. നീ കാര്യമറിയാതെ കിടന്ന് തുള്ളി. അതുകൊണ്ട് എന്താ ഉണ്ടായത്? സ്വന്തം അനിയത്തിയുടെ കല്യാണം എന്താ മുടങ്ങാൻ പോവാ? സ്വന്തം കുടുംബത്തിന്റെ അടിവേര് തന്നെയാ നീ വെട്ടിയത്. അതൊരിക്കലും ഒരാങ്ങള എന്ന പേരിൽ നീ ചെയ്യാൻ പാടില്ലായിരുന്നു. ക്ഷമിക്കണം പ്രതാപൻ സാറേ. ഇവിടെ നടന്ന സംഭവങ്ങൾ കണ്ടപ്പോ ദീപക് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഞാനും കരുതിപ്പോയി. ഇവൻ ഒറ്റ ഒരുത്തന എല്ലാം വരുത്തി വെച്ചത്. തെറ്റായി ഇവൻ ചെയ്തത്. ആർത്തിയൊക്കെ ആവാം, പക്ഷേ ഒന്നും അധികം ആവരുത്. പെണ്ണിന്റെ വീട്ടുകാർ തരുന്ന പൊന്നും പണവും തൂക്കി നോക്കി ആവരുത് ഒരു പെണ്ണിന്റെ ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയാൽ നല്ലത്. രാജു നിരപരാധിയാണെന്ന് മനസ്സിലായല്ലോ. ആ നിലയ്ക്ക് അവന്റെ അച്ഛനോട് നീ മാപ്പ് ചോദിക്കണം. അതിനിവിടെ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ? രാജുവിന്റെ അച്ഛനെ തല്ലി ഈ നിൽക്കുന്ന ദീപക്. എന്റെ അച്ഛനെയോ? അതിനാ മാപ്പ് ചോദിക്കാൻ പറഞ്ഞത്. അതിവൻ ചെയ്യും. പ്രതാപ, ഈ ഒരു നിസ്സാര കാര്യത്തിന് എന്റെ മകൻ ആരോട് ക്ഷമയൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അതിന്റെ ആവശ്യമില്ല. രാജുവിന്റെ അച്ഛനെ ദീപക് അപമാനിച്ചു. അതിന് ഇവൻ മാപ്പ് ചോദിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ദീപക് പിന്നെ എന്റെ വീട്ടിൽ കയറില്ല. പുറത്താക്കും ഞാൻ ഇവനെ. വീട്ടിൽ നിന്ന് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ നിന്നും. ക്ഷമിക്കണം. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. മതിയല്ലോ, ഇനി കെട്ട് നടക്കട്ടെ. അതെ, മുഹൂർത്തത്തിനുള്ള സമയമായി. ചടങ്ങുകൾ തുടങ്ങാം. എന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ട് പ്രതാപൻ സാറേ. ഞാൻ കുറച്ച് തിടുക്കം കാണിച്ചു. സംഭവിച്ചതെന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പ്രതാപൻ സാർ എനിക്ക് മാപ്പ് തരണം. ഞാൻ മൂലം എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കണം. ആ,
താലി കെട്ട് നടക്കട്ടെ. എന്റെ മോൻ സാനിയെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. നമ്മൾ കുറച്ച് പോകണ്ടേ? എന്തിനാ? നമ്മളവരുടെ ബന്ധുക്കളൊന്നും അല്ലല്ലോ. അവിടെ കൂടി. കണ്ടോടി, പൂക്കള് കിട്ടത് കണ്ടാ? പൂക്കള് ഇത് കിട്ടണോന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ആ കുട്ടി പൂക്കളായിട്ട് വന്നത് കണ്ട. ദൈവം എന്തൊക്കെയോ കണക്ക് കൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് രാധമ്മേ. ഇനി ഇവിടെ പലതും നടക്കും. നടക്കും നടക്കും. കുറച്ചു മുമ്പ് ഇവിടെ നടന്നോന്നും മറന്നിട്ടില്ലല്ലോ. മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കുന്നത് നല്ലത്. ഋതു, രാജു, രാജു ഇപ്പൊ തന്നെ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. സ്വന്തം അച്ഛന്റെ ദേഹത്താ ഇവിടെയുള്ള ഒരുത്തൻ കൈവച്ചത്. അത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഇനി ഇവിടെയുള്ള ജോലി രാജുവിന് വേണ്ട. ഇന്ന് തന്നെ അത് ഉപേക്ഷിക്കണം. ഞാൻ ഇവിടെ നിൽക്കുന്നത് വർമ്മ സാറിന് വേണ്ടിയാ. വർമ്മ സാറിനോട് എനിക്ക് അത്രയ്ക്ക് കടപ്പാടുണ്ട്. ഒരു കഥയില്ലാത്ത ചെറുക്കനാ ആ ദീപക്. പ്രായം പോലും നോക്കാതെയല്ലേ അവൻ തല്ലിയത്. എന്നിരുന്നാലും ശപിക്കാനൊന്നും പോവണ്ട. മനസ്സുകൊണ്ട് അവന് മാപ്പ് കൊടുത്തേക്ക്. ഒരു മംഗളകർമ്മം നടക്കുകയല്ലേ. നമ്മുടെ പ്രാക്ക് കാരണം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു ദോഷവും വരാൻ പാടില്ല. ഞാനതൊക്കെ എപ്പോഴും മറന്നു. വലിയ വലിയ ആളുകളാ അവര്. അങ്ങനെയുള്ളവരോട് വിരോധവും വൈരാഗ്യവും ഒക്കെ കൊണ്ടുവന്നിട്ട് എന്താ പ്രയോജനം? എനിക്കൊരു തല്ലുകൊള്ളാനുള്ള യോഗം ഉണ്ടായിരുന്നു, അത് നടന്നു. അത്രേ ഞാൻ വിചാരിക്കണുള്ളൂ. ദേഹത്ത് ഈ ചതവ് കണ്ടിട്ട് ആക്സിഡന്റ് ആയ പോലെ തോന്നുന്നില്ലല്ലോ.
അല്ല അത് ആക്സിഡന്റ് തന്നെയാ. വണ്ടി ഇടിച്ചപ്പോ ഞാൻ റോഡിലേക്ക് വീണതാ, അങ്ങനെ പറ്റിയതാ. എന്തിനാ ഇങ്ങനെ അഭിമാനവും ആരോഗ്യമൊക്കെ കളഞ്ഞ് അവിടെ തന്നെ ഇങ്ങനെ ജോലി ചെയ്യണേ? അതങ്ങ് നിർത്തിക്കൂടെ രാജുവിന്? എന്റെ അഭിപ്രായം അത് തന്നെയാ. അച്ഛനെ തല്ലിയത് നമ്മൾ ക്ഷമിച്ചു, എന്നാലും അവരങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? പ്രായമെങ്കിലും നോക്കേണ്ടതായിരുന്നില്ലേ? പണം ഉണ്ടെങ്കിലും സംസ്കാരമില്ല അവർക്ക്. ചേച്ചി അങ്ങനെ പറയരുത്. ചേച്ചിയുടെ കല്യാണം നടത്താൻ ആരാ കാശെന്ന് സഹായിച്ചത്? വർമ്മ സാറല്ലേ? അത് ഇത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലായിരുന്നോ? അതിന് പകരമായിട്ട് നീ ഇത്രയും കാലം അവിടെ ജോലി ചെയ്തില്ലേ, അതുപോരെ? അമ്മേ, എനിക്കൊന്ന് കിടക്കണം. നല്ല ഉറക്കം വരുന്നുണ്ട്. രാജു, എന്നാ ഞാൻ പോട്ടെ. ആയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഓ. ഇവളെന്തിനാ ഈ നേരത്ത് വിളിക്കുന്നേ? രാജു ഫോൺ എടുക്കുന്നില്ല. അപ്പോ പാവം, എനിക്ക് വേണ്ടിയല്ലേ എല്ലാം സഹിച്ചത്. എനിക്ക് വേണ്ടിയല്ലേ രാജു ആ തല്ല് മുഴുവൻ കൊണ്ടത്. എനിക്ക് രാജുവിനോട് ക്ഷമ ചോദിക്കണം അപ്പോ, അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. വീണ്ടും വിളിച്ചു നോക്കിയേച്ചി, ചിലപ്പോ നേരത്തെ വിളിച്ച കോള് കണ്ടിട്ടുണ്ടാവില്ല. ശരിയാ, കണ്ടു കാണാൻ വഴിയില്ല, അല്ലെങ്കിൽ എന്റെ കോൾ എടുത്തേനെ. കട്ട് ചെയ്തല്ലോ. ഇങ്ങനൊരിക്കലും സംഭവിക്കാത്തതാണല്ലോ. ദ്രോഹിച്ച് മതിയായില്ലേ നിനക്ക്? ദേ, തല്ലിയത് പോരാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നേ. ഞാൻ സോറി പറയാൻ ആർക്കു വേണം നിന്റെ സോറി? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ക്ഷമ ചോദിച്ചാ മതിയല്ലോ. ദേ, മേലെ ഇനി ഇങ്ങോട്ട് വിളിച്ചു പോരുത്. നീയുമായിട്ടും നിന്റെ ഫാമിലി ആയിട്ടുള്ള സകല ബന്ധവും രാജു ഇന്നത്തോടെ അവസാനിപ്പിച്ചിരിക്കുക. നാളെ മുതല് രാജു അവിടെ ജോലിക്ക് വരില്ല. രാജുവിന് വേറെ ജോലി കിട്ടി. ഹലോ, എന്തു പറഞ്ഞു ചേച്ചി? രാജു അല്ല ഫോൺ എടുത്തത്. എടുത്ത ആള് പറഞ്ഞത് അത് രാജു ഒരിക്കലും ഇങ്ങനൊന്നും സംസാരിക്കുന്നതല്ല. ഇനി അതോ രാജുവിന് നേരിട്ട് പറയാൻ മടിയുള്ളത് കൊണ്ട് വേറെ ആരെങ്കിലും കൊണ്ട് ഇങ്ങനെ പറയിച്ചതാണോ? രാജു ഇനി ജോലിക്ക് വരില്ലത്ര. രാജു ഈ ജോലി ഉപേക്ഷിച്ച അതിന്റെ കാരണക്കാരിയായ എന്നോട് അച്ഛന് നല്ല ദേഷ്യം തോന്നും. വീണ്ടും പ്രശ്നം വഷളാവും. അച്ഛൻ സത്യാവസ്ഥ തിരക്കി ഇറങ്ങിയ ഞാനാണ് രാജുവിനെ കൂട്ടിക്കൊണ്ട് പോയതെന്ന് മനസ്സിലാവും. എന്തിനാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ എങ്ങനെയോ അറിഞ്ഞ എനിക്ക് പിന്നെ ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അപ്പു,
എല്ലാരും കൂടി എന്നെ പുറത്താക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേച്ചി? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത് ആ ദീപക് ഒറ്റൊരുത്തനാ. വിഷമാണവൻ, കൊടും വിഷം. അവനെ കുടുംബം നശിപ്പിക്കും. എടാ, നീ എന്തായി ചെയ്തത്? ഇത് നിന്റെ വീടല്ല തോന്നിയാസം കാണിക്കാൻ. മനസ്സിലെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. ആ രാജുവിന്റെ അച്ഛൻ, അയാളുടെ മുന്നിൽ എനിക്ക് മാപ്പ് ചോദിക്കേണ്ടി വന്നില്ലേ? അയാൾ ആരാ? വെറും ഒരു ജോലിക്കാരൻ. ശ്ശേ. അയാളോട് ഞാനിത് എങ്ങനെ സഹിക്കും അമ്മേ? സഹിക്കണം, സഹിച്ചേ പറ്റൂ മോനെ. ജീവിതം എന്ന് പറയുന്നതേ സുഖവും ദുഃഖവും ഒക്കെ ചേർന്നതാ. രണ്ടും മാറി മാറി വരും. അതിനെ സമചിത്തതയോടെ നേരിടാൻ പഠിക്കണം. അവരെ ജീവിതത്തിൽ വിജയിക്കൂ. എന്നാലും എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നില്ലേ? അത് നന്നായെന്ന് വിചാരിക്ക. എടാ, അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്നറിയോ? പ്രതാപന്റെ മനസ്സിലേക്ക് നിനക്ക് കയറാൻ പറ്റിയില്ലേ? നീ നല്ലവനാണെന്ന് അമ്മ അവന് മനസ്സിലായി. അതുകൊണ്ട് എനിക്കെന്താ അമ്മേ ഗുണം? അമ്മാന്റെ മനസ്സിൽ ആ രാജു മാത്രമേ ഉള്ളൂ. അതിപ്പോ അതൊക്കെ പതുക്കെ മാറും. രാജുവിനെ പുറത്താക്കിയാലും സ്വന്തം രാഷ്ട്രീയ ജീവിതവും സ്വത്തും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വിശ്വസ്തൻ വേറെ ഉണ്ടെന്ന് കണ്ട ആ നിമിഷം പ്രതാപൻ മാറി ചിന്തിക്കും. അങ്ങനൊരു വിശ്വസ്തൻ ഇല്ലല്ലോ. ഉണ്ടല്ലോ. എടാ, അതാ നീ. ഇപ്പൊ നിനക്കാ പദവിയില്ല. പതുക്കെ പതുക്കെ നീ ആ സ്ഥാനത്തെത്തണം. എപ്പോഴും പ്രതാപന്റെ കൺവട്ടത്തെ തന്നെ നീ കാണണം. അമ്മാവൻ എന്തു പറഞ്ഞാലും വിനയത്തോടെ മറുത്തൊന്നും പറയാതെ നീ അത് അനുസരിക്കണം. ക്രമേണ രാജു ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥ വരും. ആ സമയത്ത് കൃത്യമായിട്ട് നമ്മളെ രാജുവിനെ വെട്ടും. അപ്പൊ അവൻ പുറത്താവും. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ജീവിതം എന്ന് പറയുന്നതേ ഒരു ചതുരംഗ കളിയാണ്. എതിരാളിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് മറുതന്ത്രം ഒരുക്കുന്നവനെ അതിൽ വിജയിക്കൂ. നീ രാജുവിനെ ജയിക്കണം. എന്നിട്ട് പ്രതാപന്റെ പകരക്കാരനാവണം. അവളുണ്ടല്ലോ, ആ ഋതിക, അവളെ നീ കല്യാണം കഴിക്കുകയും വേണം. നിന്റെ മുറപ്പെണ്ണ അവള്, നിനക്ക് അവകാശപ്പെട്ടവൾ. അമ്മയുടെ മനസ്സില് പല പദ്ധതികളും ഉണ്ട്. അത് നീ വേണം സാധിച്ചു തരാൻ. അമ്മ പേടിക്കണ്ട, അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഈ ഞാൻ നടത്തി തരും. മിടുക്കൻ. സ്വിച്ച് ഓഫ്. മാഡത്തിന്റെ കോളായിരുന്നല്ലോ. രാവിലെ തന്നെ ചെറുപ്പാവാനുള്ള ശ്രമത്തിലാണല്ലോ. അതിന് എനിക്ക് പ്രായമായി ആരാ പറഞ്ഞേ? ഞാൻ എപ്പോഴും പഴയ വേണു തന്നെയാ. ചായ. രാജു എഴുന്നേറ്റില്ലേ? ഇല്ല, ഉറക്ക. കിടക്കട്ടെ, നല്ല ക്ഷീണം കാണും.
നീ എഴുന്നേറ്റോ? ആ വേദന എങ്ങനെയുണ്ട് മോനെ? ആ കുറവുണ്ട്. അയ്യോ, പനിയുണ്ടല്ലോ. ഇനി ഇന്ന് നീ ജോലിക്കൊന്നും പോകണ്ട. മരുന്ന് കഴിച്ച് മൂടിപ്പോയിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അല്ലെങ്കിലും ആ വീട്ടിലേക്ക് ഇനി ഇവൻ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവനുള്ള ജോലി ശരിയാക്കാന്ന് വാക്ക് തന്നിരിക്കയല്ലേ. ആര്? രമ്യ. എന്ത് ജോലിയാ അവള് ഇവന് തയ്യാറാക്കി കൊടുക്കണത്? പരിശോധിക്കില്ല. നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാന്നാ എന്നോട് പറഞ്ഞത്. ശമ്പളം? ആ ശമ്പളത്തിനുള്ള കാശ് എങ്ങനെയാണ് അവരുണ്ടാക്കുന്നതെന്ന് അറിയോ അമ്മയ്ക്ക്? രമ്യമോള് താല്പര്യത്തോടെ പറഞ്ഞ സ്ഥിതിക്ക് നിനക്കൊന്ന് നോക്കിക്കൂടെ മോനെ? അമ്മേ അത് നീ ആലോചിച്ചൊരു തീരുമാനം എടുക്ക. ഞാനേ നിനക്ക് കഴിക്കാൻ എടുക്കാം. ജോലി കൊണ്ട് വരട്ടടാ. മറുപടി ഞാൻ അവളോട് പറഞ്ഞോളാം.